ഹലോ, ഇന്ന് നമുക്ക് ഈ ഒരു ഹെഡ് ബാൻഡിലാണ് കേട്ടോ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കളറിലെ യാൺ എടുത്തിട്ടുണ്ട്. ഒരു ബ്ലൂവും യെല്ലോ കളറിലെയും യാൺ എടുത്തിട്ടുണ്ട്. ഈ യാൺ ഈ ഹെഡ് ബാൻഡിനെ ചുറ്റിയുള്ളൊരു വർക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെഡ് ബാൻഡ് ഞാനൊരു പഴയ ഹെഡ് ബാൻഡാട്ടോ, എൻ്റെ മോളുടെ പഴയ ഹെഡ് ബാൻഡാണ് എടുത്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യാം, ഈ യാണിനെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. അതൊരു ഇത്തിരി വീതി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ രണ്ടാക്കി മടക്കി വയ്ക്കുന്നത്. ഇനി എന്ത് ചെയ്യാം, ഈ മടക്കിയ രണ്ട് യാണിൻ്റെയും അറ്റം നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്ലൂ ഒരു യാണിൻ്റെ അറ്റത്ത് ഗ്ലൂ തേച്ച് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ യാണും എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഈ ഹെഡ് ബാൻഡിൻ്റെ എവിടെ നിന്നാണോ നമുക്ക് ഈ യാൺ ചുറ്റി കൊടുക്കേണ്ടത് ആ ഒരു പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ യാണിനെ നമുക്കവിടെ ഒട്ടിക്കാം. ഏത് തരത്തിലുള്ള ഹെഡ് ബാൻഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ മോളുടെ പഴയ ഒരു ഹെഡ് ബാൻഡാണ് ഞാനിപ്പോൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ഇനിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ ഈ കയ്യിൽ, നമ്മുടെ ഇടത്തെ കയ്യിൽ നമ്മൾ ഇതുപോലെ പിടിച്ചു. നമ്മുടെ ഈ രണ്ട് വിരലിൻ്റെ ഇടയിൽ കൂടി യാണിട്ടു. ഇനി എന്ത് ചെയ്യാം, ഇതുപോലെ ഈ യാണിനെ നമുക്ക് പിടിക്കാം. കണ്ടില്ലേ, അതിന് ശേഷം നീല യാണിനെ നമുക്ക് ആ യെല്ലോൻ്റെ ആ ഒരു സൈഡിൽ കൂടി തന്നെ താഴെയിൽ കൂടി എടുത്ത്, ഹെഡ് ബാൻഡിൻ്റെയും താഴെയിൽ കൂടി എടുത്ത് ആ യെല്ലോൻ്റെ മുകളിൽ കൂടി നമുക്കിത് ഇതുപോലെ വലിച്ചെടുക്കാം. അപ്പോൾ യാണിന് എത്ര നീളം എന്ന് ഞാൻ നോക്കിയിട്ടില്ല, കാരണം നമുക്ക് എന്തോരം വേണ്ടി വരുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്തു, കുറച്ചധികം നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ. കണ്ടോ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഈ യാണിനെ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ നല്ല പോലെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു പ്രോസസ്സ് തന്നെയാട്ടോ ഫുള്ളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഹെഡ് ബാൻഡിൻ്റെ താഴെയിൽ വെച്ചിട്ടുള്ള ഈ വിരലിൻ്റെ ഇടയിൽ കൂടി യാണിനെ ഇട്ടു. ഇതുപോലെ നമ്മുടെ യെല്ലോ യാണിനെ നീല യാണിൻ്റെ മുകളിൽ കൂടിയും ഹെഡ് ബാൻഡിൻ്റെ താഴെയിൽ കൂടിയും അപ്പുറത്തെ സൈഡിലെ നീല യാണിൻ്റെ മുകളിൽ കൂടിയും ഈ യെല്ലോ വലിച്ചെടുത്ത് ഇതുപോലെ രണ്ട് യാണും രണ്ട് സൈഡിൽ നിന്നും നല്ലപോലെ ടൈറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇതുപോലെ ഇനി നമ്മൾ ചെയ്യുന്നതനുസരിച്ച്, ഇപ്പോൾ യെല്ലോ യാണിനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടി ഇങ്ങനെ ചെയ്തെങ്കിൽ അടുത്തത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബ്ലൂ യാണായിരിക്കും കേട്ടോ. അങ്ങനെ മാറി മാറി വരും. അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നേരത്തെ യെല്ലോ ആയിരുന്നു, ഇപ്പോൾ ബ്ലൂ ആയി. ഇനി ബ്ലൂവിന് ഇതുപോലെ തന്നെ വിരലിൻ്റെ ഇടയിൽ കൂടിയിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ടാക്കി നമ്മൾ പിടിക്കുമ്പോൾ ടൈറ്റ് ചെയ്ത് പിടിക്കേണ്ടതാണ് കേട്ടോ. എന്നിട്ട് ആ യെല്ലോ യാണിനെ ബ്ലൂ യാണിൻ്റെ മുകളിൽ കൂടിയും ഹെഡ് ബാൻഡിൻ്റെ താഴെയിൽ കൂടിയും ഇപ്പുറത്തെ സൈഡിലെ ബ്ലൂ യാണിൻ്റെ മുകളിൽ കൂടിയും എടുത്ത് ഇതുപോലെ രണ്ട് യാണും പതുക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് വലിക്കുമ്പോൾ ഈ യാൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഹെഡ് ബാൻഡ് മുഴുവനും ചെയ്യാം കേട്ടോ.
അങ്ങനെ ദേ നമ്മൾ ലാസ്റ്റ് വരെ എത്തി. കണ്ടില്ലേ? അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഹെഡ് ബാൻഡ് ആയില്ലേ? ഇതുപോലെ പല കളറിലെയും നമുക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ദേ നമുക്കിതിനെ അതിൻ്റെ താഴേക്ക് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ 2 യാണും നമുക്ക് ഗ്ലൂ വെച്ച് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഫുൾ കവർ ചെയ്യുകയാണെങ്കിൽ അതിലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ യാൺ എടുത്തത് കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ടാണ് ഞാനിങ്ങനെ പകുതി വെച്ച് ചെയ്തത്. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. കണ്ടില്ലേ? അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, നമ്മുടെ ഹെഡ് ബാൻഡ് റെഡിയായി. അങ്ങനെ നമ്മുടെ ഹെഡ് ബാൻഡ് റെഡിയായി. നല്ല ഭംഗിയില്ലേ? ഇതുപോലെ തന്നെ പല കളറിലെ യാൺ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ കമൻറ്റുകളൊക്കെ അറിയിക്കുക കേട്ടോ. താങ്ക് യു.